പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന NIS+2 ഡാറ്റ എൻട്രി കോഡ് നമ്പർ 336ന്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. മെയിൽ മെർജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ഡാറ്റ എൻട്രി എന്ന് പറയുന്ന പേപ്പർ എല്ലാ ഗ്രൂപ്പിലും കൊടുക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ മൊത്തം പാഠഭാഗം 6 എണ്ണമാണ്. അതിൽ മൊത്തം പാഠഭാഗം 10 എണ്ണമാണ്. അതിൽ 6 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അതായത് 60%, 10ന്റെ 60% എന്ന് പറഞ്ഞാൽ 6 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ 4 ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അത് അസൈൻമെന്റ് ചാപ്റ്ററാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ചാപ്റ്ററും 10 ചാപ്റ്ററും പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മോഡലുകളും മാറ്റിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ നമുക്ക് 336, 632, 631, അതേപോലെ തന്നെ SSLC 229, ഡാറ്റ എൻട്രി, ബേസിക് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ ഉപകാരപ്രദമാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 വീഡിയോ ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒന്ന് നമ്മൾ 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോസിൽ, 1/2 മാർക്കിന്റെ, 1 മാർക്കിന്റെ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോസിലാണ് നമ്മൾ എന്ത് ചെയ്തത് അവതരിപ്പിക്കുന്നത്. ഏകദേശം ഈ ചാപ്റ്ററിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നുണ്ട്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗൈഡ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. എന്നാൽ 1 മാർക്കിന്റെയും 1/2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മെയിൽ മെർജ്, റൈറ്റ് ഇറ്റ് യൂസ്. എന്താണ് മെയിൽ മെർജ്, അതിന്റെ ഉപയോഗം എന്താണ്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ മെയിൽ മെർജ്. സാധാരണ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് സ്റ്റാർട്ട് ബട്ടൺ, ഓൾ പ്രോഗ്രാം, MS ഓഫീസ്, അതിൽ മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ കുറേ മുകളിൽ റിബൺ ബട്ടൺ കാണും. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, മെയിൽ മെർജ്. അപ്പോൾ ആ റിബൺ ബട്ടണിൽ പ്രധാനപ്പെട്ട ഒരു റിബൺ ബട്ടണാണ് മെയിൽ മെർജ് എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒരു ലെറ്റർ ആയിക്കോട്ടെ, ഒരു മെയിൽ ആയിക്കോട്ടെ, പല അഡ്രസ്സുകൾ അടങ്ങിയ വിവരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു വിഷയം ഒന്നിലധികം ആളുകളിലേക്ക് ഒരു സമയം എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഇവിടെ മെയിൽ മെർജിൽ വരുന്നത്. ഒരു കമ്പനിയിൽ ഒരു 100 ആളെ പേരും അഡ്രസ്സും തന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് ഈ 100 ആൾക്ക് കൊടുക്കണം. മെസ്സേജ് 1 ആണ്, അഡ്രസ്സ് 100 ആണ്. ഒരു ടേബിൾ രൂപത്തിൽ തന്നിരിക്കാൻ അഡ്രസ്സ് 100 ആൾക്കാർ. അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിക്കോട്ടെ, ഒരു മെയിൽ ആയിക്കോട്ടെ, ഇത് 100 ആളുകളിലേക്ക് എളുപ്പത്തിൽ എങ്ങനെ പാസ് ചെയ്യാം, അതിനാണ് നമ്മുടെ മെയിൽ മെർജ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പട്ടികയിലുള്ള ആളുകളുടെ പേരും വിലാസം ഒരൊറ്റ കത്തിലേക്ക് ലയിപ്പിച്ച് പട്ടികയിലുള്ള എല്ലാ വിലാസത്തിലേക്കും എത്തിക്കാം. നമ്മൾ ഓരോരുത്തരും അഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മെസ്സേജ് ഒന്നിലധികം ആളുകളിലേക്ക് ഒരു ടൈം അറ്റ് എ ടൈമിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് മെയിൽ മെർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഡയറക്ടറി ലിസ്റ്റ് ഉണ്ട്, ഇൻവോയ്സ്, അഡ്രസ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യുക മുതലായൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ് ഇൻ മെയിൽ മെർജ്. മെയിൽ മെർജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് 3 തരത്തിലുള്ള ഡോക്യുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ ഡോക്യുമെന്റ്, 2 ഡാറ്റ സോഴ്സ്, 3 മെർജ് ഡോക്യുമെന്റ്. ഇതിൽ എന്താണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്? ഒരു മെയിൽ മെർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ്, പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കത്ത് അല്ലെങ്കിൽ എൻവലപ്പ് അല്ലെങ്കിൽ മെയിൽ ലേബലാണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ ഒരു മെയിൽ മെർജ് പ്രവർത്തനത്തിൽ വരുന്ന ഒരു കത്തായിക്കോട്ടെ, എൻവലപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെയിൽ ലേബലാണ് മെയിൻ ഡോക്യുമെന്റ് പറയുന്നത്. മെർജ്ഡ് ഡോക്യുമെന്റിന്റെ ഓരോ പകർപ്പിനും ഒരു രൂപരേഖയുള്ള ഡോക്യുമെന്റ് ആണിത്. ഇപ്പോൾ ഒരു ഫോം ലെറ്ററിന്റെ ഉള്ളടക്കവും റിട്ടേൺ അഡ്രസ്സും വരും. അതാണ് മെയിൻ ഡോക്യുമെന്റ്. ഒരു ഫോം ലെറ്ററിന്റെ ഉള്ളടക്കം, റിട്ടേൺ അഡ്രസ്സും, അതാണ് മെയിൻ ഡോക്യുമെന്റ്. ഇനി ഡാറ്റ സോഴ്സ് പറഞ്ഞാൽ എന്താണ്?
ഡാറ്റാ സോഴ്സ് എന്ന് പറഞ്ഞാൽ പേരുകളും വിലാസങ്ങളും വ്യത്യസ്തരായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് എന്ത്, ആളുകളുടെ പേര്, അവരുടെ വിലാസം, ഫോൺ നമ്പർ ഇതൊക്കെ അടങ്ങിയ ഒരു ലിസ്റ്റാണ് എന്ത് ഡാറ്റാ സോഴ്സ്. മെർജ് ഡോക്യുമെന്റ് എന്നാണ് മൂന്നാമത്തെ മെയിൻ മെർജിന്റെ മൂന്നാമത്തെ ഘടകമാണ് മെർജ് ഡോക്യുമെന്റ്. മെർജ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഡോക്യുമെന്റും ഡാറ്റാ സോഴ്സും തമ്മിൽ ലയിക്കുമ്പോൾ മൂന്നാമതൊന്ന് വരുന്നുണ്ട്. ഫസ്റ്റത്തെ രണ്ടെണ്ണം മെയിൻ ഡോക്യുമെന്റും അതേപോലെ തന്നെ ഡാറ്റ സോഴ്സിൽ ലയിച്ച് മൂന്നാമത് ഡോക്യുമെന്റ് ആയി വരുന്നു, അതാണ് മെർജ്ഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇത് സ്ക്രീനിൽ കത്തിനോടൊപ്പം അഡ്രസ്സോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. കത്തുകൾ അഡ്രസ്സോട് കൂടി പ്രിന്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്പ് ഇൻ ക്രിയേറ്റിംഗ് മെയിൻ ഡോക്യുമെന്റ് ഇൻ ഫോം ലെറ്റർ എന്നാണ്. അതായത് മെയിൻ ഡോക്യുമെന്റ് തയ്യാറാക്കുന്ന വിധം വിവരിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് പ്രോഗ്രാമിൽ നിന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് സെലക്ട് ചെയ്യുക. ആ മൈക്രോസോഫ്റ്റ് വേർഡ് ടൂൾസിൽ നിന്നും മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് അതിന് മുകളിൽ റിബൺ ബട്ടൺ ഉണ്ടാവും. അതിൽ മുകളിൽ ഹോം, ഇൻസേർട്ട്, പേജിലോട്ട് മെയിൽ മെർജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജിൽ നിന്ന് ക്രിയേറ്റ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലിൻ്റെ വീഡിയോ അയക്കും, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഫോം ലെറ്റർ തിരഞ്ഞെടുക്കുക. ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് വരുന്നതാണ്, അതിൽ ആക്റ്റീവ് വിൻഡോ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മെയിൽ മെർജിൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോം ലെറ്റർ തിരഞ്ഞെടുക്കണം. ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരുന്നതാണ്, അതിൽ ആക്റ്റീവ് വിൻഡോ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ് ഡിഫൈൻ ദ ടേം ഡാറ്റ സോഴ്സ്, ഹൗ ടു ക്രിയേറ്റ്. എന്താണ് ഡാറ്റ സോഴ്സ്, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ പേരും അഡ്രസ്സും മറ്റ് വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് ഡാറ്റ സോഴ്സ്. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിൽ മെർജിൽ നിന്ന് സെലക്ട് റെസിപ്പിയന്റ് സെലക്ട് ചെയ്യാനാണ്. മെയിൽ മെർജിൽ പോയിട്ട് സെലക്ട് റെസിപ്പിയന്റ് കൊടുക്കുക. സെലക്ട് ചെയ്ത് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് തിരഞ്ഞെടുത്ത് ക്രിയേറ്റ് എടുക്കുക. അതിൽ നമ്മൾ ന്യൂ ലിസ്റ്റ് എടുക്കണം, അതിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മെയിൽ മെർജിൽ പോവുക, സെലക്ട് റെസിപ്പിയൻസ് പോവുക, അതിൽ ന്യൂ ലിസ്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ ക്രിയേറ്റ് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡയലോഗ് ബോക്സ് വരുമ്പോൾ അതിൽ ടൈറ്റിൽ പേര്, കമ്പനിയുടെ പേര്, അഡ്രസ്സ് ലൈന് മുതലായവ കാണാം. അതിൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കുക. ഓരോ വ്യക്തിയുടെ പേരും അതിൻ്റെ നേരെയായിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും ഇതൊക്കെ കൊടുക്കും. മൂന്നാമത് പറഞ്ഞാൽ നമുക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫീൽഡ്, അതായത് അഡ്രസ്സിൽ എന്തെങ്കിലും പേരുകളുടെ ആവശ്യാനുസരണം ഉൾപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കൂട്ടാം. ഇപ്പോൾ സിസ്റ്റത്തിൽ ഒരു കോൾ ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കോൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് എൻട്രി, ന്യൂ എൻട്രി, ഇങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് അതിലുണ്ട്. അത് വെച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലുകളുടെ എക്സ്റ്റൻഷൻസ് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം അഞ്ചാമത്തെ ഹൗ ടു ക്രിയേറ്റ് എ ഡാറ്റ സോഴ്സ് യൂസിങ് എക്സൽ വർക്ക് ഷീറ്റ്. ഇതിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിലാണ് നമ്മൾ ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്. ഇനി എക്സൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എക്സൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ, ഓൾ പ്രോഗ്രാം, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ തുറക്കുക. അപ്പോൾ നമുക്കൊരു വർക്ക് ഷീറ്റ്, കോളംസ് റോസ് ഒക്കെ അടങ്ങിയ വർക്ക് ഷീറ്റ് കാണും. മുകളിലത്തെ നിരയിൽ ഡാറ്റ ഫീൽഡിന്റെ പേരുകൾ എഴുതുക എന്നുള്ളതാണ്. മുകളിലത്തെ നിരയിൽ നമ്മൾ എക്സലിന്റെ ഡാറ്റ ഫീൽഡിന്റെ പേരുകൾ എഴുതുക. ഡാറ്റ റെക്കോർഡുകൾ രണ്ടാമത്തെ നിര മുതൽ എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഡാറ്റ റെക്കോർഡുകൾ എല്ലാം എഴുതി കഴിയുമ്പോൾ വർക്ക് ആണ് വരുന്നത്. പിന്നെ നമ്മൾ എഴുതിയ ഡാറ്റ ഫീൽഡിന്റെ പേരുകളും എല്ലാ റെക്കോർഡുകളും സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി ക്ലിക്ക് ചെയ്യുക, ഫയൽ ക്ലോസ് ചെയ്ത് എക്സൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ MS വേർഡ് തുറന്ന് പുതിയ ഡോക്യുമെന്റ് തുറക്കുക, പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡാറ്റ ഇതിലേക്ക് കോപ്പി ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സലിൽ നമുക്ക് വേർഡിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ ചോദ്യം റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മെർജിംഗ് ഡോക്യുമെന്റ് ഇൻ മെയിൽ മെർജ് ആണ്. മെയിൽ മെർജ് ഡോക്യുമെന്റ് മെർജ് ചെയ്യുന്നത് എങ്ങനെ? മെയിൻ ഡോക്യുമെന്റ് ഡാറ്റ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻ ഡോക്യുമെന്റിൽ മെർജ് ഫീൽഡ് ഉൾപ്പെടുത്തിയിട്ട് മെർജ് ഡാറ്റ ഉൾപ്പെടുത്തുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കത്തിൻ്റെ എവിടെയാണോ അഡ്രസ്സ് കാണിക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് അഡ്രസ് ബുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഇൻസെർട്ട് അഡ്രസ് ബ്ലോക്ക് ഉപയോഗിച്ച് കത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ ഓരോരുത്തരുടെ അഡ്രസ്സ് ഉൾപ്പെടുത്തുക. നാലാമത് പറയുന്നത് മെയിൻ ഡോക്യുമെന്റ് മെർജ് ഫീൽഡും പൂർത്തിയാക്കിയ ശേഷം ഓഫീസ് ബട്ടൺ ഉപയോഗിച്ച് സേവ് ചെയ്യാം. ഇപ്പോൾ മെയിൻ ഡോക്യുമെന്റ് മെർജ് ഡോക്യുമെന്റായി പ്രവർത്തിക്കുന്നു. അഞ്ചാമത് പറയുന്നത് മെയിൻ ലെറ്ററിന്റെ പ്രിവ്യൂ കാണാനായി എന്ത് ചെയ്യണം?
ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ആറാമത് മെർജിങ് തീരുമ്പോൾ നെക്സ്റ്റ് അതിൽ പോയിട്ട് കംപ്ലീറ്റ് ദ മെർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ ചോദ്യമാണ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ മെയിലിംഗ് ലേബൽ ബൈ മെർജിങ് ആൻഡ് അഡ്രസ് ലിസ്റ്റ് എന്നാണ്. അഡ്രസ് ലിസ്റ്റ് മെർജ് ചെയ്യുമ്പോൾ മെയിൽ ലേബൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ക്രിയേറ്റ് ദ മെയിൻ ഡോക്യുമെന്റ് ഉണ്ടാക്കുക. പിന്നെ ടൂൾ ബാറിൽ നിന്ന് ന്യൂ സെലക്ട് ചെയ്യുക. പിന്നെ മെയിൽ ലിസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലേബൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലേബൽ ഓപ്ഷൻ ഡയലോഗ് ബോക്സ് കാണും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലേബൽ ഓപ്ഷൻ ഡയലോഗ് ബോക്സിൽ നിന്ന് ടൈപ്പ് ഓഫ് പ്രിന്റർ ആൻഡ് ലേബൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. മൂന്നാമത് ഓപ്പൺ ദി ഡാറ്റ സോഴ്സസ് ആണ്. ലേബൽ ടൈപ്പും ഫോർമാറ്റ് സെലക്ട് ചെയ്ത ശേഷം ലേബലിൽ ചേർക്കേണ്ട ഡാറ്റ എവിടെയാണോ ആ ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക. മെയിലിംഗ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് റെസിപ്പിയന്റ് എടുത്തിട്ട് ടൈപ്പ് ന്യൂ ലിസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എക്സിസ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്റ്റഡ് ഫ്രം ഔട്ട്ലുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് പുതിയ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കാനും നേരത്തെയുള്ള ലിസ്റ്റ് എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാലാമത് പറയുന്നുണ്ട് ഡാറ്റ ഫീൽഡും ഡാറ്റ റെക്കോർഡും സെലക്ട് ചെയ്യാം. 5 മെയിൽ മെർജിലേക്ക് ഡാറ്റ ഫയൽ ലോഡ് കഴിഞ്ഞാൽ എഡിറ്റ് റെസിപ്പിയന്റ് ലിസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ ചെയ്യാം. ആറാമത് പറയുന്നത് മെയിൽ ലിസ്റ്റിൽ റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അതിൽ റൈറ്റിൽ ഇൻസേർട്ട് ഫീൽഡ് പോവുക, ഇൻസേർട്ട് മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുക, ഫയൽ നെയിം കൊടുക്കുക, പിന്നെ ഓക്കെ കൊടുക്കുക. ഏഴാമത് പറയുന്നത് മെർജ് ദി ഡാറ്റ ഇൻടു ദി മെയിൻ ഡോക്യുമെന്റിലേക്ക് ഡാറ്റ മെർജ് ചെയ്യുക. ലേബൽ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിവ്യൂ റിസൾട്ട് കൊടുത്ത് നമ്മൾ ചെയ്ത ശരിയായ ഡാറ്റ സ്ക്രീനിൽ കാണാവുന്നതാണ്. എന്തെങ്കിലും തിരുത്തേണ്ടത് ചെയ്യാം. എട്ടാമത് പറയുന്നുണ്ട് ഡോക്യുമെന്റ് ഡാറ്റ മെർജ് ചെയ്യുക. നമ്മൾ ചെയ്ത ലേബൽ പ്രിന്റിലേക്ക് നേരിട്ട് കൊടുക്കാം. മെയിലിങ്ങിലെ ഫിനിഷ് ആൻഡ് മെർജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പ്രിന്റ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എൻവലപ്പ് ബൈ മെർജിങ് അഡ്രസ് ലിസ്റ്റ് ആണ്. അഡ്രസ് ലിസ്റ്റിൽ മെർജ് ചെയ്തുകൊണ്ട് എൻവലപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ദി മെയിൻ ഡോക്യുമെന്റ് ഉണ്ടാക്കുക. പിന്നെ പുതിയൊരു ഡോക്യുമെന്റ് തുറക്കുക. മെയിലിങ്ങിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻവലപ്പ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഇവിടെ എൻവലപ്പിന്റെ അളവ് കൊടുക്കുക. മൂന്നാമത്തെ ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്യുക. പുതിയ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നേരത്തെ ലിസ്റ്റ് എടുക്കാമെന്ന്. നാലാമത് പറയുന്നത് ഡാറ്റ ഫീൽഡും ഡാറ്റ റെക്കോർഡും കൊടുക്കുക എന്നതാണ്. 5 മെയിൽ മെർജിലേക്ക് ഡാറ്റ ഫയൽ ലോഡായി കഴിഞ്ഞാൽ എഡിറ്റ് റെസിപ്പിയന്റ് ലിസ്റ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും തിരുത്തലുണ്ടാക്കും. ആറാമത് മെയിലിംഗ് ആണ്. റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് ഇൻസേർട്ട് മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡാറ്റ സോഴ്സിൽ നിന്ന് അഡ്രസ്സ് മെർജ് ചെയ്യേണ്ട ഫീൽഡ് കൊടുക്കുക. പിന്നീട് ഓക്കെ കൊടുക്കുക. സെലക്ട് ചെയ്ത ഡാറ്റ എൻവലപ്പിലേക്ക് ആക്കുക. ഏഴാമത് പറയുന്നത് മെയിൻ ഡോക്യുമെന്റിലേക്ക് ഡാറ്റ മെർജ് ചെയ്യുന്നു. മെയിലിങ്ങിൽ പ്രിവ്യൂ റിസൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മെർജ് ചെയ്ത ഡാറ്റ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. എട്ടാമത് പറയുന്നത് മെയിലിങ്ങിൽ ഫിനിഷ് ആൻഡ് മെർജ് പോവുക. പ്രിന്റ് ഡോക്യുമെന്റ് കൊടുത്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. NASൻ്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഓൺലൈൻ ക്ലാസ്സോടുകൂടി അഡ്മിഷൻ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ബോസ് എഡ്യൂക്കേഷൻ്റെ പോലുള്ള +2 SSLC കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷനും കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.